വയനാട്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ ഭാര്യ ഡോക്ടർ സൗമ്യയുമായി വാർത്താ സമ്മേളനത്തിന് എത്തി. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് വീട്ടിലേക്കും ക്ഷണിച്ചു. വീട്ടിലേക്ക് വന്നാൽ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്ന് സരീൻ പറഞ്ഞു. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളോടാണ് ഭാര്യയുമായി എത്തി സരീൻ പ്രതികരണം നൽകിയത്. വസ്തുതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പടച്ചുവിട്ടു. തന്റെ വീട്ടിൽ താമസിക്കുന്നത് കുടുംബ സുഹൃത്താണ്. അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള പ്രയാസം കൊണ്ടാണ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയത്. 2017 ഈ വീട് വാങ്ങി. 2020 വാടകയ്ക്ക് നൽകി. ഈ വീട്ടുവിലാസം നൽകിയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തത്. ഞാൻ പാലക്കാട്ടുകാരനാണെന്ന് പറയുമ്പോൾ ചിലർക്ക് സങ്കടമാണ്. പാലക്കാടും ഒറ്റപ്പാലത്തുമായി താമസിച്ചു. അടുത്തിടെയാണ് സ്ഥിര താമസ വിലാസത്തിലേക്ക് വോട്ട് മാറ്റിയതെന്നും സരീൻ പറഞ്ഞു. ആത്മകഥയിലെ പരാമർശങ്ങൾ വിവാദമായിരിക്കെ ഇ.പി. ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത് മടങ്ങി. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ജയരാജൻ കൂട്ടാക്കിയില്ല. പുതിയ വിവാദം സംബന്ധിച്ച് പാർട്ടിക്ക് അദ്ദേഹം വിശദീകരണം നൽകിയെന്നാണ് സൂചന. ഇനി പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്നതാണ് നിർണായകമാകുക. ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. DC ബുക്സുമായി EP കരാർ ഉണ്ടാക്കിയിട്ടില്ല. താൻ എഴുതിയതല്ലെന്ന് ജയരാജൻ തന്നെ പറഞ്ഞു. പുസ്തക വിവാദത്തിൽ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു. പാർട്ടി അന്വേഷണം നടത്തുന്നില്ല. നിയമപരമായ അന്വേഷണം നടക്കട്ടെയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ലാത്ത കാര്യമാണ് പ്രചരിപ്പിച്ചത്. EPയെ പാർട്ടി വിശ്വസിക്കുന്നു. EP നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വയനാടിനുള്ള കേന്ദ്ര സഹായം ഇനിയും വൈകും. കേരളത്തിന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ ലെവൽ 3 വിഭാഗത്തിൽ ദുരന്തത്തെപ്പെടുത്താനുള്ള ഉന്നതതല സമിതികളുടെ നടപടികളും എവിടെയും എത്തിയിട്ടില്ല. കേന്ദ്ര സഹായം ഔദാര്യമല്ലെന്നും തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രത്തിന്റെ അവഗണനയെ CPIM പഴിക്കുന്നു. സംസ്ഥാനം പദ്ധതി സമർപ്പിക്കാത്തതാണ് ഫണ്ട് കിട്ടാത്തതിന് കാരണമായി BJP പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്ന പോലെ 2024-2025 സാമ്പത്തിക വർഷം ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിനും നൽകിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കൈമാറിയ 388 കോടിയിൽ 291 കോടി രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതം. 394 കോടി രൂപ SDRF ഫണ്ടിലുണ്ടെന്ന് അക്കൗണ്ട് ജനറൽ അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ ഇരകളുടെയും കുടുംബങ്ങളുടെയും പുനരധിവാസം ഉറപ്പിക്കാനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സഹായ അഭ്യർത്ഥന നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ നീതീകരണമില്ലാത്ത കടുത്ത വിവേചനമാണ് പ്രകടമാകുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളം ഇന്ത്യയിലാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ട സാഹചര്യമാണ് ഓരോ ദിവസവും സംജാതമാകുന്നത്. മലയാളികളോട് ഇത്ര വൈരാഗ്യം പുലർത്താൻ തക്കവണ്ണം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും ബാലഗോപാൽ പറഞ്ഞു. മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയിൽ 2 ചേരിയായി തിരിഞ്ഞ് തർക്കം. ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ നിലപാടിനെതിരെ മറുപക്ഷം രംഗത്ത് വന്നു. സംഘടനകൾ വർഗീയ പ്രചാരണം നടത്തരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി ഒരു സമ്മേളനത്തിലും യുവജന വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലുമാണ് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്നും വിട്ടുകൊടുക്കാനാവില്ലെന്നും വ്യക്തമാക്കിയത്. PV അൻവർ MLAക്കെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് നൽകി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. കണ്ണൂർ, തലശ്ശേരി കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തത്. ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരുന്നത്. PV അൻവറിന് പിന്നിൽ അധോലോകമാണെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നുമാണ് ശശി പറയുന്നത്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു. 4 മണിക്കാണ് മേൽശാന്തി PN മഹേഷ് നട തുറന്ന് ദീപം തെളിയിച്ചത്. താഴ്മൺ മഠത്തിലെ പ്രത്യേക പരിശീലനത്തിന് ശേഷം എത്തുന്ന നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠര് രാജീവർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. മേൽശാന്തിമാരെ കൈപിടിച്ചാണ് 18ാം പടി കയറ്റി സന്നിധാനത്തിലേക്ക് എത്തിച്ചത്. കണ്ണൂർ മലയാമ്പടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് 2 പേർ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം അപര്യാപ്തമെന്ന് നാടക സംഘാടകൻ കൂടിയായ CR മഹേഷ് MLA. നാടക നടിമാരായ കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി, കരുനാഗപ്പള്ളി തേവക്കര സ്വദേശിനി ജെസ്സി മോഹൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇവരുടെ കുടുംബങ്ങൾക്ക് 25,000 രൂപ വീതമാണ് അടിയന്തര സഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ലാൻഡ് ബാങ്ക് സംവിധാനം ഇല്ലാതെ തന്നെ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും ജാർഖണ്ഡിന്റെ ആദ്യ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി പറഞ്ഞു. ഭൂമി നഷ്ടപ്പെടുമെന്നതിനാൽ ആദിവാസികൾ ലാൻഡ് ബാങ്കിനെതിരെ സമരം നടത്തിയിരുന്നു. ജാർഖണ്ഡിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള നേതാവാണ് ബാബുലാൽ മറാണ്ടി.
ജാർഖണ്ഡ് ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ നിശബ്ദ പ്രചാരണ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കിയതിന് കോൺഗ്രസിനെതിരെ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 2019 മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം നിശബ്ദ പ്രചാരണ സമയത്ത് പ്രകടന പത്രിക പ്രകാശനം പാടില്ല. ഇന്ത്യ സഖ്യമായി നേരത്തെ പ്രകടന പത്രിക ഇറക്കിയെങ്കിലും വോട്ടെടുപ്പിന്റെ തലേന്ന് പ്രകാശനം ചെയ്ത പാർട്ടിയുടെ മാത്രം വാഗ്ദാനങ്ങളാണെന്ന് കോൺഗ്രസ് വിശദീകരിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ നയിക്കുന്ന ഇടത് സഖ്യത്തിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം. പുറത്തുവന്ന കണക്കുകൾ അനുസരിച്ച് ദിസനായകയുടെ നാഷണൽ പീപ്പിൾ പവർ പ്രതിപക്ഷ സഖ്യമായ സമാഗി ജന ബാലവേഗയേക്കാൾ 62% വോട്ട് നേടി. 225 അംഗ പാർലമെന്റിൽ 137 സീറ്റുകളാണ് NPP നേടിയിരിക്കുന്നത്. തിലക് വർമ്മ ഒറ്റയ്ക്കടിച്ചെടുത്തത് ഹെൻറി ക്ലാസനും പിറകെ മാർക്കോ ജാൻസനും ചേർന്ന് തിരിച്ചുപിടിക്കാൻ നടത്തിയ ശ്രമം 11 റൺസിനരികെ വീണ മൂന്നാം T20ക്ക് തുടക്കം കുറിച്ച് പരമ്പര നേടാൻ ഇന്ത്യ. രണ്ടാം നിരയുടെ പ്രകടന സ്ഥിതിയെക്കുറിച്ചുള്ള ആദികൾക്കിടെയാണ് ഭാഗ്യമൈതാനമായ വാണ്ടേഴ്സിൽ ഇന്ന് പരമ്പരയിലെ അവസാന T20 മത്സരം.